കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവേറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കലിത്തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്. ശ്രീകുമാറിന്റെ പാട്ടു കേട്ടാൽ ചെവി വട്ടം പിടിച്ച് കാതോർക്കും, തുമ്പിക്കൈ കൊണ്ട് തലോടും. 4 വർഷം മുൻപ് അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ പാടി കൊമ്പൻ വിനയസുന്ദരനെ ശ്രീകുമാർ ഉറക്കുന്ന കാഴ്ച ചൈനയിലെ പ്രശസ്തവും ജനപ്രിയവുമായ ന്യൂസ് ഏജൻസി സിൻഹ ന്യൂസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടത്. പെരുമ്പിള്ളിശ്ശേരി ബാസ്റ്റിൻ ടിംബേഴ്സിലെ വിനയസുന്ദരന്റെ പാപ്പാനായി 8 വർഷം മുൻപാണ് ശ്രീകുമാർ എത്തുന്നത്. കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു ആനക്കമ്പം. ആനയെ തൊട്ടുതലോടാനുള്ള മോഹം കണ്ടറിഞ്ഞ് ഉടമ ആന്റണി പാപ്പാന്റെ സഹായിയാക്കി. ശാന്തശീലനായ കൊമ്പനുമായി ശ്രീകുമാർ വേഗമെടുത്തു. കുഞ്ഞൻ എന്ന് ചെല്ലപ്പേരിട്ടു. 1ാം പാപ്പാൻ ബിജുവും മറ്റു പാപ്പാന്മാരും ശ്രീകുമാറിനെ ആനപ്പണി പിടിപ്പിച്ചു, ലൈസൻസ് എടുപ്പിച്ചു. അതിനിടെ ഗാനമേളകളിലും മിമിക്രി പരിപാടികളിലും ശ്രീകുമാർ ശ്രദ്ധേയനായെങ്കിലും തിരക്കൊഴിഞ്ഞാൽ ആനയെ പരിപാലിക്കാൻ ഓടിയെത്തും. സമയമുണ്ടെങ്കിൽ പൂരം എഴുന്നള്ളിപ്പിനും ഒപ്പമുണ്ടാകും. 1ാം പാപ്പാൻ രാജുവും സംഘവുമാണ് ആനയെ മുഴുവൻ സമയവും പരിപാലിക്കുന്നത്. ഇത് ബാസ്റ്റ്യൻ വിനയ് സുന്ദർ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ഇത് ആനയുടെ ഉടമസ്ഥ ആളാണ്. പേര് ആന്റണിയേട്ടൻ. ആന്റണിയേട്ട പറഞ്ഞോളൂ ബാക്കിയുള്ള കാര്യം. 5 വർഷമായിട്ട് സ്ഥിരമുള്ള വരുന്ന ആളാണ്. ആനനെ വളരെ ഇഷ്ടമാണ് ശ്രീകുമാറിന്. 2 കൂട്ടർക്കും ആ സ്നേഹമുണ്ട്. ആനയ്ക്ക് ശ്രീകുമാറിനോടുണ്ട്, ശ്രീകുമാറിന് ആനയോടുണ്ട്. ഇപ്പോൾ പാപ്പാനില്ലാതെ തന്നെ നിൽക്കണ കണ്ടില്ലേ. പിന്നെ ആനയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് ശ്രീകുമാറിൻ്റെ. അത് ആന ആസ്വദിക്കാറുണ്ട്. അംഗൻവാടി ടീച്ചർ സന്ധ്യയാണ് ശ്രീകുമാറിന്റെ ഭാര്യ. പാട്ട് കേട്ട് നീരാട്ട്. കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ പാട്ട് പാടിക്കൊടുക്കുന്നത് ശ്രീകുമാറിന്റെ ശീലമായി. ആസ്വദിക്കുന്നത് വിനയസുന്ദരനും. പാട്ട് കേട്ട് രസിച്ചു കിടന്ന് നീരാട്ടും കഴിഞ്ഞ് മടങ്ങും. പാട്ട് കേട്ട് കിടക്കുന്ന വീഡിയോ യൂട്യൂബിലിട്ടതോടെയാണ് സിൻഹ ന്യൂസ് ഏജൻസി ഷെയർ ചെയ്തത്. പിന്നെ ലോകം മുഴുവൻ കണ്ടു. മതപ്പാട് സമയത്ത് കൊമ്പന്മാർ കലിപ്പിലാകും. എന്നാൽ വിനയസുന്ദരന് അപ്പോഴും വിനയം, സ്നേഹം. പക്ഷേ തീറ്റക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒന്നും കൊടുത്തില്ലെങ്കിൽ പിണങ്ങും. കെട്ടുതറിയിൽ വരുമ്പോൾ ശ്രീകുമാറിന്റെ കയ്യിൽ തണ്ണിമത്തൻ, കരിമ്പ്, പഴം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമെന്നത് വിനയസുന്ദരന് നിർബന്ധമാണ്. ആനയും പാട്ടുമാണെന്റെ ജീവൻ. പാടുമ്പോൾ കുഞ്ഞനത് ആസ്വദിക്കുന്നുണ്ട്. സ്നേഹം പുരട്ടിയാണ് പാടുന്നത്. അതുകൊണ്ടാകും അവനും തിരികെ സ്നേഹം തരുന്നതെന്ന് ശ്രീകുമാർ പറയുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുനാളിൽ മുതലുള്ള ഒരു സ്നേഹമാണ് നമുക്ക്. അത് ശരിക്കും എനിക്ക് സാധിച്ചൊക്കെ തന്നത് ആന്റണി ചേട്ടനും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബിജു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, മുന്നേ ഉണ്ടായിരുന്ന പാപ്പാനാണ്. അന്നും രാജു ഉണ്ടായിരുന്നു ഇവിടെ. രാജു രണ്ടാമനായിട്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.